तो बच्चों पिछले कक्षा में हमने क्या सीखा? पिछले कक्षा में हमने छोटा जादूगर नामक एक कहानी सीखा। छोटा जादूगर कहानी कौन लिखा है? छोटा जादूगर नामक कहानी कौन लिखा है? छोटा जादूगर कहानी जयशंकर प्रसाद ने लिखा है। जयशंकर प्रसाद। जयशंकर प्रसाद हिंदी के प्रमुख छायावादी कवि है। जयशंकर प्रसाद हिंदी के प्रमुख छायावादी कवि थे। उनकी प्रमुख रचनाएं कौन है? कामायनी, कंकाल, तितली, अजातशत्रु, പിന്നെ ആന്ധി प्रमुख कृतियां है। പിന്നെ उनका जन्म जन्म എവിടെയാണ്? वाराणसी में उनका जन्म हुआ। प्रमुख रचनाएं ഏതൊക്കെയാണ്? कामायनी, कंगाल, तितली, अजातशत्रु, आंधी, झरना। आदि उनकी प्रमुख रचनाएं है। छोटा जादूगर, देखो बच्चों पिछले कक्षा में छोटे जादूगर को लेखक ने कहाँ मिला? എവിടെ വെച്ചാണ് छोटा जादूगरനെ लेखक കാണുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? कार्निवल के मैदान में। എവിടെ വെച്ചാണ് छोटा जादूगरനെ लेखक കാണുന്നത്? कार्निवल के मैदान में। छोटा जादूगर कितना साल का लड़का था? എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു छोटा जादूगर? 13-14 साल का एक लड़का था। 13-14 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എന്താണ് വന്നത്? ഒരു കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ലേഖക് छोटा जादूगरനെ കാണുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ആ കുട്ടിയുടെ വേഷവിധാനമൊക്കെ എങ്ങനെയായിരുന്നെന്ന് പറയുന്നത്? അവന്റെ വേഷവിധാനം, അവന്റെ മുഖഭാവം, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? ഫട്ടേൽ കുർത്തേ के ऊपर एक मोटी सी सूट की रस्सी पड़ी थी। ഒരു കീറിയ കുർത്തയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെന്താണ്? സൂത് കി റസി, അതിന്റെ മേളിൽ കൂടെ എന്താണ്? ഒരു ചരടിങ്ങനെ ചുറ്റി ഇട്ടിട്ടുണ്ട്, കയറ് പോലെ. പിന്നെ ജേബുമേ കുച്ച് താഷ്, അല്ലെ, പോക്കറ്റിൽ എന്തുണ്ട്? കുറച്ച് കാർഡ്സ് ഉണ്ട്. പിന്നെ അവന്റെ മുഖഭാവം എങ്ങനെയാണ്? നല്ല ഗംഭീരതയുണ്ട്, പക്ഷെ കൂട്ടത്തിൽ എന്തുണ്ട്? നല്ല ധൈര്യത്തിന്റെ ഒരു രേഖയും ഉണ്ട്. വിഷാദിക്കേ സാർ, ഗംഭീരതയോടൊപ്പം ആ ഒരു ഗംഭീരതയുണ്ട്, പക്ഷെ വിഷാദമുണ്ട്. പക്ഷെ അതിന്റെ കൂടെ എന്തുണ്ട്? ധൈര്യം. അവനെല്ലാം നടത്തും, പുറകോട്ട് പോകില്ല എന്നൊരു ഭാവവും അതില് ഉണ്ട്. അപ്പോഴ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ അത് छोटा जादूगर का माता पिता कौन है? माता रोगी है, अല്ലേ, बीमारी. പിന്നെ പിതായോ? പിതാ ദേശ് കെ ലിയെ ജയിൽ വേണ്ടി, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി, അല്ലെ, ദേശത്തിന് വേണ്ടി പോരാടി. എവിടെയാണ്? ജയിലിലാണ്. പക്ഷെ छोटा जादूगर അവന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഭയങ്കര അഭിമാനത്തോടാണ് പറഞ്ഞത്. കാരണം എന്താണ്? ദേശത്തിന് വേണ്ടിയാണ് छोटा जादूगറിന്റെ അച്ഛൻ, പിതാവ് ജയിലിലായിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് നമ്മൾ പഠിച്ചു. പിന്നെ എന്നിട്ട് കാർണിവലിൽ നടക്കുമ്പോൾ അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ട്. ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് അവിടുത്തെ എത്രയാണ്? 12 കിലോന്, അല്ലേ, 12 കളിപ്പാട്ട ടോയ്സ് അവന് കിട്ടുന്നുണ്ട് ആ കളികൾ കളിച്ച്. അപ്പൊ പിന്നീട് ലേഖകൻ കാണുന്നത് എവിടെ വെച്ചാണ് छोटा जादूगरനെ കാണുന്നത്? തുമയാദിലെ छोटा जादूगरനെ എവിടെ വെച്ച് കാണുന്നു? കൊൽക്കത്ത ബൊട്ടാണിക്കൽ ഗാർഡനിൽ, അല്ലേ. അപ്പോൾ ലേഖക് തൻ്റെ ഫാമിലിയുമായിട്ട്, പരിവാറുമായിട്ട് അവിടെ ഇരിക്കുകയാണ്, കുടുംബവുമായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ അപ്പോഴാ പോഷാക്ക് കൈസാദ, അതിൻ്റെ ഡ്രസ്സ് അങ്ങനെയുള്ളതായിരുന്നു. എന്താണ്? സാഫ്റ്റ് ആകിയ അവർ ആദി ബാഹുക കുർത്ത, ഒരു ഹാഫ് കൈ ഷർട്ട്, പിന്നെ ഒരു മൂർപ്പാൻറ്, പിന്നെ
ഒക്കെയായിരുന്നു. സിർ പർ മേല റുമാൽ സൂത് കി രസി സെ ബന്ധ താ. സിർ പർ തലയിൽ എന്താണ് ഒരു റുമാൽ, ഒരു അഴുക്ക് പുരട്ടുക. മേല മീൻസ് എന്താണ്? മേല മീൻസ് ചെളിപ്പുരണ്ട, അഴുക്ക് പുരണ്ട. ഇത് ടവല് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നു. പിന്നെ എന്താണ്? കളിക്കട്ടെ. അപ്പോൾ ലേഖകനോട് ചോട്ടാചാതുർ ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ എന്തെങ്കിലും കളി കളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ലേഖകൻ വേണ്ടാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് ശ്രീമതി പറയുന്നു, എന്താണ് അവ കാണിക്കട്ടെ എന്ന് പറയുന്നു. देखो उस दिन कार्निवल के सब खिलौने उसके खेल में अपना अभिनय करने लगा. भालू मनाने लगा, बिल्ली रूठने लगी, बंदर कुड़गने लगा, गुड़िया का ब्याह हुआ, गुड्डा वर खाना निकला. അന്ന് കാർണിവലിൽ വെച്ച് കിട്ടിയ ആ ടോയ്സ് വെച്ചിട്ട് എന്തൊക്കെ കാണിക്കുന്നു? ഭാലു മനാനെ ലഗ, ബില്ലി റൂട്ടിനെ ലഗ, ബന്ദർ കുടുക്കിനെ ലഗ, ഗുഡിയാക്ക ബ്യാഹ് ഹുവ. ഇതെല്ലാം ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ ചോട്ടാ ജാദുകർ കാണിക്കുന്നുണ്ട്. ഭാവ അഭിനയത്തോടെയാണ് കാണിക്കുന്നത്. ലഡ്കേക്ക് വാചാലത സേഹി അഭിനയം, വാച സംസാരിച്ചുകൊണ്ട് അവനെല്ലാം അഭിനയിച്ച് കാണിക്കുന്നത്. അതായത് ഈ ടോയ്സ് പറയുന്നതായിട്ട് നമ്മുടെ ചോട്ടാ ജാദുകർ അഭിനയിച്ച് കാണിക്കുന്നു. सब हंसते हंसते लोटपोट हो गए. എല്ലാവരും എന്താണ് ചിരിച്ച് അവർക്ക് വയ്യ. मैं सोच रहा था बालों को आवश्यकता ने कितना शीघ्र चतुर बना दिया, यही तो संसार है. അപ്പോൾ ലേഖകൻ വിചാരിക്കും, ഈ ബാലകൻ എന്ത് ബുദ്ധിസാമർത്ഥ്യം അല്ലെ കഴിവ് സാമർത്ഥ്യമുള്ളവനാണ്, ബുദ്ധിമാനാണ്. അതായത് സാഹചര്യം അനുസരിച്ച് അവൻ എന്താണ് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതാണ് ജീവിതം അല്ലേ. ഇപ്പം നമുക്ക് ആണെങ്കിൽ തന്നെ അല്ലേ സാഹചര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കും എങ്ങനെയാണെന്ന് അല്ലേ. അല്ലാതെ നമ്മൾ കഷ്ടം വന്നാൽ എനിക്ക് ദുഃഖമാണ് എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നാൽ കാര്യമല്ല നടക്കും ഇല്ല. അപ്പോഴെന്താണ് ആ സാഹചര്യം അനുസരിച്ച് മുന്നേറാനുള്ള ഒരു കഴിവ് ഈ ബാലകനുണ്ട് എന്ന് ലേഖകന് മനസ്സിലാകുന്നു. ലേഖകൻ പറയുന്നു ഇതാണ് ജീവിതം എന്ന്. ഇതാണ് ജീവിതം അല്ലെ, ഇതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നു. देखो ताश के सब पत्ते लाल हो गए, फिर सब काले हो गए, गले की सूत की डोरी टुकड़े टुकड़े होकर जुड़ गई. लट्टू अपने आप नाच रहे थे. मैंने कहा अब हो चुका अपना खेल बटोर लो, हम लोग भी अब जाएंगे. श्रीमती जी ने धीरे से उसे 1 रुपया दे दिया. वह उछल पड़ा. मैंने कहा लटके. അപ്പം താഷ് കെ പത്തെ ലാൽ ഹോ ഗേ. താഷ് കെ പത്തെ മീൻസ് കാർഡ്. കയ്യിലെ കാർഡ്സ് എന്താണ്? അതിലാണ് ലാൽ ഹോ ഗേ. ലാൽ മീൻസ് റെഡ്. ലാൽ ഹോ ഗേ. പിന്നെ ഫിർ സബ് കാലെ ഹോ ഗേ. കാല മീൻസ് ബ്ലാക്ക്. കാല. ഗലെ കി സൂത് കി ഡോരെ ടുക്കടെ ടുക്കടെ ഹോക്കർ ജുഡ് ഗയി. എന്താണ്? കഴുത്തി കെട്ടിയിരിക്കുന്ന ആ നൂല ചരടുണ്ടല്ലോ, അത് കഷ്ണമാക്കിയിട്ട് പിന്നെന്താണ് അതൊറ്റ ചരടായിട്ട് കാണിക്കുന്നു. ലഡ്ഡു അപ്പനെ ആപ്പ് നാച്ച് രഹേ थे. ലഡ്ഡു മീൻസ് സ്റ്റോപ്പ് ആണ്, പമ്പരം. ആ ഡാൻസിന് കാണിക്കുന്നു. പിന്നെ मैंने कहा अब हो चुका अपना खेल बटोर लो, हम लोग भी अब जाएंगे. ആ കളിയൊക്കെ നിർത്ത്, മതി, ഞങ്ങൾക്ക് ഇനി പോകണം, അല്ലെ ഞങ്ങൾ പോകാൻ പറയും. ശ്രീമതി ജീനെ ധീരെ സെ ഉസെ 1 रुपये दे दिया. വഹ ഉച്ചൽ പട मैंने कहा. അപ്പൊ എന്താണ് ശ്രീമതി ജി അപ്പൊ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? 1 രൂപ നാണയം എടുത്ത് 1 രൂപ കൊടുക്കുന്നു. मैंने कहा लटके छोटा जादूगर कहिए एक मेरा नाम है, इसी से मेरी जीविका है. എന്താണ് പറയുന്നത്? ഞാൻ ആരാണ്? ഞാനാണ് ചോട്ടാ ജാദൂഗർ. ഇതാണ് എൻ്റെ ജീവിതം അല്ലെ. ഇങ്ങനെ ഞാൻ ഓരോ കളികളൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നു. मैं कुछ बोलना ही चाहता था कि श्रीमती जी ने कहा अच्छा तुम इस रुपये से क्या करोगे അല്ലേ. അപ്പം ഞാൻ അവരോടൊക്കെ സംസാരിക്കണമെന്ന് ബാക്കിയായിട്ട് വന്നപ്പോഴത്തേക്ക് ശ്രീമതി അവനോട് ചോദിക്കുകയാണ്, ശരി എന്താണ് നീ ഈ പൈസയ്ക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. देखो पहले फर पेट पकौड़ी खाऊंगा, फिर सूती कंबल लूंगा. ആദ്യം ഞാൻ എന്ത് ചെയ്യും? വയറ് നിറയെ ഭക്ഷണം കഴിക്കും. പിന്നെ ഫിർ സൂത്തി കമ്പൾ. കമ്പൾ മീൻസ് കമ്പിളി അല്ലേ. ഞാൻ ഭക്ഷണം കഴിക്കും, വയറ് നിറച്ച്, പിന്നെ ഒരു കമ്പിളി വാങ്ങും അല്ലേ. मेरा क्रोध अब लौट आया. मैं अपने पर बहुत क्रुद्ध होकर सोचने लगा कितना स्वार्थी है तू.
उसके 1 रुपये पाने पर मैं ईर्ष्या करने लगा. അപ്പോൾ പോയ എൻ്റെ ദേഷ്യം തിരികെ വന്നു. अब मैं अपने पर क्रुद्ध होकर सोचने लगा. ഞാൻ സ്വയം എന്താണ് അങ്ങ് ദേഷ്യമായിട്ട് എന്താണ് कितना स्वार्थी है तू, എത്ര സ്വാർത്ഥിയാണെന്ന് വിചാരിക്കുന്നത്. वो नमस्कार करके चला गया. हम लोग लद्दाख कुंज देखने के लिए चल दिए. इस छोटे से बनावटी जंगल में संध्या साय करने लगी. अस्ताचलगामी सूर्य की अंतिम किरणें वृक्ष की पत्तियों से विदाई ले रही थी. शांत वातावरण था. हम लोग धीरे धीरे मोटर से हावड़े की ओर आ रहे थे. वो नमस्कार करके അങ്ങനെ അവിടുത്തെ അന്നത്തെ ആ കളിയും കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ജാതകർ തിരിച്ചു പോകുന്നു അല്ലേ, ചോട്ടാ ജാതകർ. हम लोग लद्दाख कुंज വള്ളിക്കുഴി കേട്ടോ, ലഡാക്ക് കുഞ്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ, അതപ്പോൾ പലതരം കാഴ്ചകൾ കാണും. അപ്പോൾ അത് കാണാൻ വേണ്ടി അവർ അങ്ങോട്ട് ലഡാക്ക് കുഞ്ചിലോട്ട് പോകുന്നു. ഈ ചോട്ടെ സെ ബനാവട്ടി മേ ജംഗൽ മേ അപ്പം ഉച്ചയ്ക്ക് ശേഷം അവർ ജലപാനമൊക്കെ കഴിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ജാതകർ അവരുടെ മുന്നിൽ ഇരുന്ന് ഈ കളികളെല്ലാം കാണിച്ചത്. പിന്നെ എന്താണ്, പിന്നെ വൈകുന്നേരം ആവുന്നു, സന്ധ്യ ആവുന്നു, സായം സന്ധ്യ കേട്ടോ. അസ്താചൽഗാമി മീൻസ് അസ്തമനം അല്ലെ, അസ്തമിക്കുന്ന. അസ്താചൽഗാമി സൂര്യൻ. अस्ताचलगामी सूर्य എന്ന് പറഞ്ഞാൽ അസ്തമയ സൂര്യൻ. की अंतिम किरणें वृक्ष की पत्तियों से विदाई ले रही थी. അപ്പോൾ എന്താണ്, സന്ധ്യാസമയമാകുന്നു. അപ്പോൾ സൂര്യരശ്മികൾ ആരോട് വിട പറയുന്നു? വിദായി മീൻസ് വിട പറയുക, ബൈ പറയുന്നു. ആ വൃക്ഷങ്ങളോടെല്ലാം ബൈ പറഞ്ഞ് പോകുന്നു. ശാന്ത വാതാവരണം. ശാന്ത വാതാവരണം മീൻസ് എങ്ങും ശാന്തത, സൈലന്റ് ആയിട്ടിരിക്കുന്നു. हम लोग धीरे धीरे मोटर से हावड़े की ओर आ रहे थे. അങ്ങനെ ഇവരും എന്താണ് അവരുടെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് പോകുന്നു. छोटा जादूगर स्मरण हो आता था. सचमुच वो एक चौपड़ी के पास कंबल कंधे पर डाले खड़ा था. मैंने मोटर रोककर उससे पूछा, तुम यहाँ कैसे? എന്താണ് രഘുരഘുകർ ചോട്ടാ ജാദുഗർ. ഇടയ്ക്കിടയ്ക്ക് ആര് ചോട്ടാ ജാദുഗറിന്റെ സ്മരൺ മീൻസ് യാദ്, ഓർമ്മ, സ്മരൺ ഓർമ്മ. आता. सचमुच वो एक झोंपड़ी के पास. झोंपड़ी मीन्स हट. झोंपड़ी हट അല്ലെ കുടിലാണ് കേട്ടോ. झोंपड़ी കുടിലാണ് झोंपड़ी എന്ന് പറയാം. झोंपड़ी के पास घंबल कंधे पर डाले. ആ കുടിലിന്റെ മുന്നിൽ എന്താണ് കഴുത്തേ കൂടെ എന്താണ് ഷോൾഡറിൽ കൂടെ എന്താണ് കമ്പളൊക്കെ ചുറ്റി നിൽക്കുന്നുണ്ടോ. मैंने मोटर रोककर उससे पूछा, तुम यहाँ कैसे? नींद आ रही? मेरी माँ यही है ना. अब उसे अस्पताल वालों ने निकालिया है. എൻ്റെ അമ്മ ഇവിടാണ്, ആശുപത്രിക്കാരൻ്റെ അമ്മയെ എന്താണ് പുറത്താക്കിയെന്ന് വെച്ചാൽ എന്താണ് തിരിച്ച് വീട്ടിലോട്ട് വിട്ടെന്നാണ്. मैं उधर गया. उस झोंपड़ी में देखा तो एक स्त्री चितड़ों से लदी हुई काम रही थी. അപ്പം നമ്മുടെ ലേഖകൻ മോട്ടോർ ഗാഡിയിലായിരുന്നു, വണ്ടിയിലായിരുന്നു അല്ലേ. അപ്പം എൻ്റെ അമ്മ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ലേഖകൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? झोंपड़ी में देखा तो उसे एक स्त्री चितड़ो मीन्स എന്താണ് ചിതടോ മീൻസ് പഴന്തുണി അല്ലേ, മുഷിഞ്ഞ ഒരു തുണി. ചിതട അല്ലേ, മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് അല്ലേ പൊതച്ച് ആര് കിടപ്പുണ്ടായിരുന്നു? അവൻ്റെ നമ്മുടെ ചോട്ടാ ജാദുഗറിന്റെ അമ്മ കിടക്കുന്നുണ്ടായിരുന്നു. കാമ്പിലേക്ക് അവരും വിറയ്ക്കുന്നുണ്ടായിരുന്നു. छोटा जादूगर ने कंबल ऊपर से डालकर उसके शरीर से चिपटते हुए कहा, माँ मेरी आंखों से आंसू निकल पड़े. എന്താണ് പറയുന്നത്? അപ്പോഴെന്താണ് ചോട്ടാ ജാദുഗർ കമ്പൾ അങ്ങോട്ട് താഴോട്ടിട്ടിട്ട് ഉസ്കെ ശരീർ ഇങ്ങനെ അമ്മയുടെ ദേഹം ഇങ്ങനെ നിന്ന് കിടക്കുമല്ലേ. അപ്പോൾ അവിടെ നിങ്ങളുടെ പൊക്കി എടുത്തിട്ട് അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മേരി ആങ്കോം സെ ആംസു നിക്കൽ പട, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ആംസു മീൻസ് കണ്ണുനീർ. അപ്പോൾ ലേഖകന് അല്ലേ അതൊരു വിഷമസ്ഥിതിയാണ്. ആർക്കാണേലും സങ്കടം വന്നു പോകും ഇല്ലേ. ഒരു 10-14 വയസ്സുള്ള ഒരു പയ്യൻ അവൻ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. പക്ഷെ അവന് സന്തോഷിക്കാൻ വല്ല വകയുണ്ടോ? ഇല്ല. അച്ഛൻ ജയിലില്, അമ്മ വയ്യാതെ സുഖമില്ലാതെ കിടക്കുന്നു. ആ കൊച്ചു പയ്യൻ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നു അല്ലേ. അമ്മ മരിക്കാൻ പോകുകയെന്നൊക്കെ പറയുമ്പോൾ ആർക്കാണേലും ഒരു സങ്കടം അല്ലേ. അത്ര വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ചോട്ടാ ജാദുഗറിന്റെ അമ്മ ഇരിക്കുന്നത്.
बड़े दिन की छुट्टी बीत चली थी। मुझे अपने कार्यालय में समय से पहुंचना था। कलकत्ता से मन उब गया था। फिर भी चलते चलते एक बार उस उद्यान को देखने की इच्छा हुई। साथ ही साथ जादूगर भी दिखाई पड़ जाता तो और भी। मैं उस दिन अकेले ही चल पड़ा। जल्दी लॉज आना था। देखो, बड़े दिन की छुट्टी, छुट्टी मीन्स അവധി, വലിയ അവധിയാണ് ബड़े दिन की छुट्टी. വലിയൊരു അവധി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി. मुझे अपने कार्यालय मीन्स ऑफिस, कार्यालय ऑफिस എന്താണ്? मुझे अपने कार्यालय में समय से पहुंचना था. എന്താണ്? ഞാൻ ഓഫീസിൽ സമയത്തിൽ എത്തേണ്ടായിരുന്നു. കൽക്കത്ത से मैं ऊब गया. അപ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ കൽക്കത്തയിൽ കിടന്ന് ഇങ്ങനെ ചുറ്റുകയാണ്. फिर भी चलते चलते एक बार उस उद्यान को देखने की इच्छा हुई. साथ ही साथ जादूगर भी दिखाई पड़ जाता तो और भी. അപ്പോൾ എനിക്ക് എന്താണ് തോന്നി, അവനെ ഒന്നുകൂടെ കണ്ടാൽ ആ ജാദൂഗറിനെ അത് കാണാനുള്ള ഒരു ആഗ്രഹം തോന്നി. मैं उस दिन अकेले ही चल पड़ा. जल्दी लौटाना. ഞാൻ ഒറ്റയ്ക്ക് അപ്രാവശ്യം അവിടെ ഉള്ളായിരുന്നു. പെട്ടെന്ന് ഞാൻ എനിക്ക് തിരികെ പോവുകയും ചെയ്തു. ആര്? 10 बज चुके थे. मैंने देखा कि निर्मल धूप में सड़क के किनारे एक कपड़े पर छोटे जादूगर का रंगमंच सजा था. मैं मोटर रोककर उतर पड़ा. वहाँ बिल्ली रूठ रही थी. भालू मनाने चला था. ब्याह की तैयारी थी. पर ये सब होते हुए भी जादूगर की वाणी में बहु प्रसन्नता नहीं थी. जब वह औरों को हंसाने की चेष्टा कर रहा था, तब जैसे वह स्वयं खाम जाता था, मानो उसके रोए रो रहे थे. मैं आश्चर्य से देख रहा था. खेल हो जाने पर पैसे बटोर कर उसने भीड़ में मुझे देखा. वो जैसे क्षण भर के लिए स्फूर्तिमान हो गया. मैंने उसके पेट दबदबाते हुए पूछा, आज तुम्हारा खेल जमा क्यों नहीं है? എന്താണ് പറയുന്നത്? 10 മണിയായിട്ടുണ്ട്. मैंने देखा कि निर्मल धूप में सड़क के किनारे एक कपड़े पर छोटा जादूगर का रंगमंच सजा था. എന്താണ്? ഒരു 10 മണി സമയം ഇല്ലേ? അന്നേരം എന്താണ്, ഒരു വെയിലത്ത് എന്താണ് നമ്മുടെ ചോട്ടാ ജാദൂഗർ സടക്ക് കെ കിനാരെ മീൻസ് റോഡ് സൈഡില് छोटे जादूगर का रंगमंच എന്താണ്? एक कपड़े पर ഒരു തുണി കഷ്ണത്തിലെ छोटा जादूगर का रंगमंच मीन्स स्टेज. रंगमंच മീൻസ് സ്റ്റേജ്. അതായത് റോഡ് സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റോഡ് സൈഡിൽ കൂടിയൊക്കെ ഫുട്പാത്തിൽ കൂടിയൊക്കെ നടത്തുന്നതിനെ എന്തെങ്കിലും കളിക്കാനൊക്കെ ഷോ ഒക്കെ കാണിക്കുന്നവർ തുണിയൊക്കെ വിരിച്ചിട്ട് അവരുടെ സാധനങ്ങളെല്ലാം വെച്ച് അടുക്കി ഷോ കാണിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ജാദൂഗറും അങ്ങനെ ചെയ്യുകയാണ്. मैं मोटर रोककर उतर पड़ा. वहाँ बिल्ली रूठ रही थी. भालू मनाने चला था. ब्याह की तैयारी थी. पर एक सब होते हुए भी जादूगर की वाणी में प्रसन्नता नहीं थी. देखो, बोटानिकल गार्डन में छोटा जादूगर ने कई खेल दिखाता है. ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് നമ്മുടെ ചോട്ടാ ജാദൂഗർ ഒത്തിരി കളികൾ കാണിച്ചു. പക്ഷേ ഇവിടെയോ ആ കളികൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊക്കെ? ബില്ലി റൂട്ടിന, ഭാലു മനാനെ, എന്താണ് ब्याह, गुड्डे की ब्याह आदि दिखाता है. लेकिन इस वक्त छोटा जादूगर के चेहरा में എന്താണ് दुख भाव था. എന്താണ് അവരുടെ സംസാരത്തിലൊന്നും എന്തില്ല? ഒരു സന്തോഷം ഇല്ല. जब औरों को हंसाने की चेष्टा कर रहा था, तब जैसे वह स्वयं काम जाता था. അവന് എന്തെല്ലാം ഒരു യാന്ത്രികമായിട്ടാണ് ഇതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്. അവനെ വിറയ്ക്കുന്നു ഉണ്ടെന്ന് തോന്നി. മാനൂസ്കെ റോയും റോ രഹേതെ. എന്താണ്? കരയാതെ അല്ലെ, ഇപ്പൊ കരയും അല്ലെ കരയുന്നില്ല, അങ്ങനെ ഒരു മുഖഭാവത്തിലാണ് ഇരിക്കുന്നത്. मैं आश्चर्य से देख रहा था. खेल हो जाने पर पैसे बटोरकर उसने भीड़ में मुझे देखा. അപ്പോൾ അവൻ്റെ ഷോ എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് പൈസ എല്ലാം പെട്ടെന്ന് കളക്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് ആൾക്കൂട്ടത്തിനിടയിൽ. वो जैसे क्षण भर के लिए स्फूर्तिमान हो गया. പെട്ടെന്ന് എന്താണ് അവൻ ആക്റ്റീവായിരിക്കുന്നു. मैं भी उसकी पीठ थपथपाते हुए पूछा,
ആജ് തുമാരെ കേൾ ജമാ ക്യോ നഹി, ഇന്നെന്താ നിന്റെ കളികള് ഷോ പെട്ടെന്ന് ഇരുന്നല്ലോ എന്ന് ചോദിച്ചു. മാനെ കഹാ കി ആജ് തുരന്ത് ചലേ ആന, മേരി അന്തിം ഘടി സമീപ് ഹേ. അവിജൽ ഭാവ് സേ ഉസ്നെ കഹാ. അപ്പോൾ ചോട്ടാ ജാദുഗർ പറയുകയാണ്, എന്താണ്, എൻ്റെ അമ്മ പറഞ്ഞു ഇന്ന് പെട്ടെന്ന് ചെല്ലണം. തുരന്ത് മീൻസ് സഡൻലി, പെട്ടെന്ന്. എൻ്റെ അമ്മ പറഞ്ഞു ഇന്ന് പെട്ടെന്ന് വരണം. മേരി അന്തിം ഘടി സമീപ് ഹേ എന്ന് വെച്ചാൽ എൻ്റെ സമയം അടുത്തു. എന്ന് പറഞ്ഞാൽ അവര് രോഗിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ മരണസമയം അടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിജൽ ഭാവ് സേ കഹ, അവിജൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു. എന്ത്, എൻ്റെ അമ്മ പറഞ്ഞു നേരത്തെ വേഗം ചെല്ലണം, പിന്നെ എൻ്റെ അമ്മയുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. तब भी तुम केयर दिखाने चले आए। मैंने कुछ क्रोध से कहा, मनुष्य के सुख दुख का माप अपना ही साधन तो लेता है, उसी के अनुपात से वह तुलना करता है. അപ്പോൾ ചോദിക്കാം, ഇവന്റെ അമ്മ അത്ര സീരിയസ് ആയിട്ട് വയ്യാതെ കിടക്കുമ്പോഴും ദാണ്ട് അവനിവിടെ കളി കാണിക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് അവനോട് ദേഷ്യം തോന്നി. उसके मुंह पर वही काजिल तिरस्कार की रेखा फूट पड़ी. उसने कहा, क्यों ना आता, അല്ലേ, അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദമൊന്നും ഇല്ല. क्यों ना आता, എന്താ പോകുന്നില്ലേ. और कुछ अधिक कहानी में अब वह अपमान का अनुभव कर रहा. क्षण भर में मुझे अपनी भूल मालूम हो गई. उसके झोले के गाड़ी में फेंक कर उसे भी बैठाते हुए मैंने कहा, जल्दी चलो, मोटर वाला मेरे बताए पद पर चल पड़ा. എന്താണ്, അന്നപ്പോൾ उसके झोले को गाड़ी में फेंक, എന്താണ്, റബ്ബ് വണ്ടിയിലോട്ട് എറിഞ്ഞിട്ട് അവനെ ഇരുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് പോകൂ എന്ന് പറഞ്ഞു. എങ്ങോട്ടായിരിക്കും പോവുക? कुछ ही मिनटों में मैं झोंपड़ी के पास पहुंच जाता. അപ്പൊ എന്താണ്, അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ എവിടെ എത്തി? ആ ചോമ്പടിയുടെ അവിടെ എത്തി. जादूगर दौड़कर झोंपड़ी में माँ माँ पुकारते हुए घुसा. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജാദൂഗർ കുടിലിനകത്തിലേക്ക് പ്രവേശിച്ചു. मैं पीछे था किंतु स्त्री के मुख से निकलकर रह गया. उसके दुर्बल हाथ उठकर गिर गए. जादूगर उससे लिपटा रो रहा था. मैं स्तब्ध था. उस उज्जवल धूप में समग्र संसार जैसे जादू सा मेरे चारों ओर नृत्य करने लगा. എന്താ, അപ്പോൾ ആ പയ്യൻ അല്ലേ, അവന് അമ്മ വയ്യാന്ന് പറഞ്ഞ് കിടന്നിട്ട് പോലും അവൻ ഷോ കാണിക്കാൻ വന്നത് എന്താണ്, ലേഖകന് ദേഷ്യം തോന്നി. എന്നിരുന്നാലും പെട്ടെന്ന് തിരിച്ച് അവനെയും കൊണ്ട് അവൻ്റെ വീട്ടിൽ എത്തി അല്ലേ. പക്ഷേ ജാദൂഗർ അങ്ങനെ അവന് ആ ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ സന്തോഷത്തോടല്ല കാണിക്കുന്നത്. പക്ഷെ അവൻ്റെ ജീവിതം നടക്കുകയും വേണം അല്ലേ. കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ ജാദൂഗർ എന്ത് ചെയ്തു, ലേഖകനും നമ്മുടെ ചോട്ടാ ജാദൂഗറും കൂടി കുടിലെത്തിയപ്പോൾ എന്താണ്, അപ്പോൾ എങ്ങനെയാണ് അമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് ആര് കയറി ചെല്ലുന്നത്, നമ്മുടെ ജാദൂഗർ കയറി ചെല്ലുന്നത്. അപ്പോഴെന്താണ്, ആ അമ്മയുടെ വായിൽ നിന്നും ബേ ബേ ഒരു സൗണ്ട്, അതായത് മരിക്കാർ അല്ലേ, കിടക്കുകയാണ്, ഒരു സൗണ്ട് മാത്രമേ ഉണ്ട്. ഉസ്കെ ദുർബൽ ഹാത്ത് ഉട്കർ ഗിർ ഗയേ, അവരുടെ കൈ പെട്ടെന്ന് താഴെ വീണു. ജാദൂഗർ ഉസ്സേ ലിപ്ടാ റോ രഹാ താ, പെട്ടെന്ന് അല്ലേ, അവന് സഹിക്കാൻ പറ്റിയില്ല പയ്യന്, അവൻ പെട്ടെന്ന് കരഞ്ഞു. മേ സ്തബ്ധത, ഞാനും വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഓ സുജ്ജൽ ധൂപമേ ഇല്ലേ, ആ കൊടിയ ചൂടിലും അല്ലെ ഈ ലോകം മുഴുവൻ തനിക്ക് മുകളിൽ നൃത്തം ചെയ്യുന്നതായിട്ട് ആർക്ക് തോന്നി, ലേഖകന് തോന്നി. അങ്ങനെ നമ്മൾ ജാദൂഗറിന്റെ അമ്മ മരിക്കുകയും ചെയ്യും. बच्चों देखो, इस पाठ अच्छी तरह तुमने वाचन करो. देखो छोटा सा प्रश्न देखो, छोटे लड़के को लेकर कहाँ मिला, छोटा जादूगर को लेखक ने कहाँ मिला. എവിടെ വെച്ചാണ് ലേഖകർ ചോട്ടാ ജാദൂഗറിനെ കാണുന്നത്? എവിടെ വെച്ചാ? कार्निवल के मैदान में. कार्निवल के मैदान में. छोटा जादूगर को लेखक कहाँ मिला? आंसर, कार्निवल के मैदान में. छोटा जादूगर का पिता कहाँ थे? छोटा जादूगर का पिता എവിടെയായിരുന്നു? जेल में. छोटा जादूगर का पिता जेल में था.
छोटा जादूगर का पिता कहाँ था, कहाँ थे? छोटा जादूगर का पिता जेल में था। छोटा जादूगर की माँ किस अवस्था में थी? छोटा जादूगर की माँ किस अवस्था मीन्स ഏതവസ്ഥയിലായിരുന്നു? ഏതാണ്? രുഗ്ന അവസ്ഥ. രുഗ്ന മീൻസ് എന്താണ്? ഒരു രോഗിയായിരുന്നു ഇല്ലേ? രുഗ്ന. छोटा जादूगर कौन था? छोटा जादूगर लड़का और लड़की. कौन? लड़का. छोटा जादूगर एक लड़का था. बच्चों, इस हमारा दूसरा लेसन समाप्त हो चुका. इस लेसन अच्छी तरह वाचन करो, पढ़ो.